Sri Thiruvanjur Radhakrishnan is declared elected as Speaker of the 16th Kerala Legislative Assembly. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്നാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഭാധ്യക്ഷന്റെ കസേരയിലേക്ക് ആനയിച്ചത്. 101 വോട്ടുകളാണ് കോട്ടയം MLA-യായ തിരുവഞ്ചൂരിന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാർ 3 വോട്ടുകളും നേടി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരരംഗത്ത് എത്തുന്നത്. 50 വർഷത്തിലേറെ നീണ്ട പൊതുപ്രവർത്തനവും തുടർച്ചയായ 35 വർഷത്തെ നിയമസഭാ പരിചയവും തിരുവഞ്ചൂരിന് സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തി. മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും നിയമസഭയിലെ കർക്കശമായ രാഷ്ട്രീയ നിലപാടുകളാലും ശ്രദ്ധേയനായ നേതാവാണ് അദ്ദേഹം. ലാളിത്യവും സൗമ്യതയും കൊണ്ട് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നേതാവെന്ന വിശേഷണമാണ് തിരുവഞ്ചൂരിനെ വേറിട്ട് നിർത്തുന്നത്. നർമ്മം ചാലിച്ച സംസാര ശൈലിയിലൂടെ സാധാരണക്കാരിൽ നിന്നും കുട്ടികളിലേക്കും പ്രായമായവരിലേക്കും വളരെ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉറച്ച നിലപാട് കൈക്കൊള്ളുന്ന നേതാവെന്ന പ്രതിച്ഛായയും തിരുവഞ്ചൂരിനുണ്ട്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. ഇത്തവണ കോട്ടയത്ത് നേടിയ വിജയം പോലും അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ തെളിവായി മാറി. എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച മുഴുവൻ വോട്ടുകളെക്കാളും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയമെന്നത് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 76-ാം വയസ്സിൽ നിയമസഭയുടെ സ്പീക്കർ പദവിയിലെത്തുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അനുഭവസമ്പന്നരായ നേതാക്കളിൽ ഒരാളായി ഇനി സഭാ നടപടികൾ നിയന്ത്രിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.